നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലോബ്സ്റ്റർ എങ്ങനെ ചിലവ് കുറഞ്ഞ് വളർത്താം അല്ലെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്യിക്കാം എന്നുള്ളതാണ്. അതിലേറ്റവും ഞാൻ ഉപയോഗിക്കുന്നത് വാഴയിലയാണ്. ഉണങ്ങിയ വാഴയില ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉണങ്ങിയ വാഴയില നമ്മളൊരു ബക്കറ്റിനകത്ത് ഉണങ്ങിയ വാഴയില ഇട്ട് കുറച്ച് ദിവസം വച്ചിരിക്കുക. കുറച്ച് ദിവസം തരുമ്പോൾ ഒരാഴ്ച വച്ചിരിക്കുക. ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടാൻ, അതായത് ഇലയുടെ കളറൊക്കെ ആ വെള്ളത്തിലോട്ട് ആയിപ്പോവും. എന്നിട്ട് ആ ഇലയെടുത്ത് നമ്മളെടുത്ത് ലോബ്സ്റ്റർ ടാങ്കിലിടുക. ഏറ്റവും നല്ലൊരു ഫീഡാണ്. പിന്നെ ഞാൻ കൊടുക്കുന്നത് ഗ്രാസാണ്, അതായത് ഗപ്പി ഗ്രാസ് അല്ലെങ്കിൽ കുളത്തിൽ കിടക്കുന്ന പായൽ, ഏത് പായലും അത് കഴിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലോബ്സ്റ്ററിനെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്താം. പിന്നീട് നമുക്ക് പെലറ്റ് ഫുഡും കൊടുക്കാം. വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന പെലറ്റ് ഫുഡ് അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം കൊടുത്താൽ മതി. ബാക്കി എല്ലാ സമയവും നമുക്ക് ഈ വാഴയിലയും ഈ ഇലയും മാത്രം മതി. പിന്നീട് നമുക്ക് ലോബ്സ്റ്ററിന് കൊടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങോ, വേവിച്ച ഉരുളക്കിഴങ്ങ്, വേവിച്ച ക്യാരറ്റ്, ചായാമീൻസിൻ്റെ ഇല, ഇതൊക്കെ നമുക്ക് കൊടുത്ത് വളർത്താം. ചായാമീൻസിൻ്റെ ഇല ചുമ്മാതെ ഇട്ട് കൊടുക്കരുത്, അത് ഇടേണ്ട രീതിയുണ്ട്. ആ രീതി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആ സെയിം രീതിയെ നമുക്ക് ഷ്രിമ്പിനും കൊടുക്കാൻ പറ്റും. അടുത്ത വീഡിയോ വരെ കാണുന്നതിലേക്കും ബൈ.